യേശുവിനെ ശ്രദ്ധിച്ച് നോക്കുക. ഇതാണ് ഇന്നത്തെ സന്ദേശം. വാക്യം നിങ്ങൾക്കറിയാം. എബ്രായ ലേഖനം 3-ാം അധ്യായം 1-ാമത്തെ വാക്യം. നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ച് നോക്കുക. സ്തോത്രം, 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 സ്തോത്രം. നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ച് നോക്കുക. നമുക്കൊരുമിച്ച് വായിക്കാം. എബ്രായർ 3 ഉണ്ട്. അതുകൊണ്ട് വായിച്ചോ. വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ച് നോക്കുവിൻ. ആമേൻ. നമുക്കിന്ന് ഈ സഭായോഗത്തിൽ യേശുവിനെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കാം. നമ്മൾ എവിടെ നോക്കും? എങ്ങനെ നോക്കും? ദൈവവചനത്തിൽ നമുക്ക് നോക്കാം. ദൈവവചനത്തിൽ തന്നെ എവിടെ നോക്കണം? എബ്രായ ലേഖനത്തിൽ നോക്കിയാൽ യേശുവിനെ അവൻ്റെ മുഴു ശ്രേഷ്ഠതയോടുകൂടെ കാണാം. ശ്രേഷ്ഠനായ ക്രിസ്തു, ഇതാണ് എബ്രായ ലേഖനത്തിലെ പ്രധാന വിഷയം. എന്നാൽ ഇന്ന് നമ്മൾ നോക്കുന്നത് വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങളിൽ യേശുവിനെ 7 നിലയിൽ കാണാനായിട്ട് ശ്രമിക്കുകയാണ്. ഒന്നാമത് 2-ാം അധ്യായം 1-ാമത്തെ തിരുവചനം. എഫേസോസിലെ സഭയുടെ ദൂതന് എഴുതുക. 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചുകൊണ്ട് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത്. ഈ 7 നക്ഷത്രവും 7 പൊൻനിലവിളക്കും എന്താണെന്ന് അറിയണമെങ്കിൽ 20-ാമത്തെ വാക്യത്തിലേക്ക് ശ്രദ്ധിച്ചാൽ മതി. 1:20. നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിപ്പാനിരിക്കുന്നതും എൻ്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്രത്തിൻ്റെ മർമ്മവും 7 പൊൻനിലവിളക്കിൻ്റെ വിവരവും എഴുതുക. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു, 7 നിലവിളക്ക് 7 സഭകളാകുന്നു എന്ന് കൽപ്പിച്ചു. മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ സഭാ ശുശ്രൂഷകന്മാരെ കയ്യിൽ പിടിച്ചുകൊണ്ട് സഭയുടെ നടുവിലൂടെ നടക്കുന്ന യേശു, അങ്ങനെയല്ലേ അതിൻ്റെ അർത്ഥം? 7 നക്ഷത്രം സഭയുടെ ശുശ്രൂഷകന്മാർ, 7 നിലവിളക്ക് 7 സഭകൾ. സഭാ ശുശ്രൂഷകന്മാരെയും പിടിച്ചുകൊണ്ട് സഭയുടെ നടുവിലൂടെ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത്. യേശുവിനെ എഫേസോ സഭയിലൂടെ കർത്താവ് നമുക്ക് പരിചയപ്പെടുത്തുന്നത് അവൻ ലൈവാണ്, അവൻ നടക്കുകയാണ്, അവൻ ചലിക്കുകയാണ്, അവൻ ജീവിക്കുകയാണ്, അവൻ കാണുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അവൻ നമ്മുടെ മധ്യത്തിൽ ഇപ്പോൾ നടക്കുന്നു. അവൻ നമ്മുടെ മധ്യത്തിൽ പ്രവർത്തിക്കുന്നു. അവൻ നമ്മുടെ മധ്യത്തിൽ നമ്മെ കാണുന്നു. ശുശ്രൂഷകന്മാരെ അവൻ കൂടുതൽ കെയർ ചെയ്യുന്നു, കൂടുതൽ കരുതുന്നു. സഭയെ അവൻ വളരെ ഉത്തരവാദിത്വത്തോടുകൂടെ നോക്കുന്നു. ഓരോ അംഗങ്ങളെയും ശ്രദ്ധിക്കുന്നു. ആരും തളർന്നു പോകാതിരിപ്പാൻ, ആരും നിരാശപ്പെടാതിരിപ്പാൻ, എല്ലാവരും
കർത്താവ് ആഗ്രഹിച്ച അളവിലേക്ക് വളരുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ, വിളക്കുകളിൽ എണ്ണ കുറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കുവാൻ, കരിന്തിരി മുറിക്കുവാൻ, എണ്ണ ഒഴിക്കുവാൻ, അധികം പ്രകാശിപ്പിക്കുവാൻ അവൻ സഭയുടെ നടുവിൽ നടക്കുന്നു. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. സഭയുടെ നടുവിൽ നടക്കുന്ന യേശു. ഈ ഒരു ഓർമ്മ നമുക്ക് സഭയോടുള്ള റെസ്പെക്റ്റ് വർദ്ധിപ്പിക്കും. ഈ ഒരു ഓർമ്മ സഭയോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കും. ഈ ഒരു ഓർമ്മ കൂടിവരവുകളെ ഗൗരവത്തോടെ കാണുവാൻ നമ്മെ സഹായിക്കും. ഹല്ലേലൂയ. പലപ്പോഴും പല യോഗങ്ങളിലും ആരാ പ്രസംഗിക്കുന്നത് എന്ന ഒരു ചിന്ത നമ്മളെ അലട്ടാറുണ്ട്. അങ്ങനെയുള്ളവരെ നമുക്കിഷ്ടവും ബഹുമാനവുമാണ്. എന്നാൽ ഓരോ കൂടിവരവിലും നമ്മുടെ മധ്യത്തിൽ നടക്കുന്ന കർത്താവിനെ നാം അവഗണിക്കരുത്. ഓരോ കൂടിവരവിലും നമ്മുടെ മധ്യത്തിൽ നമ്മെ ശ്രദ്ധിക്കുന്ന യേശുവിനെ നാം അവഗണിക്കരുത്. യേശു അങ്ങനെ നമ്മുടെ മധ്യത്തിലൂടെ ഇങ്ങനെ നടക്കുകയാണെങ്കിൽ, നിങ്ങൾ സുവിശേഷങ്ങളിലെ ചിത്രങ്ങളെന്ന് ഓർത്തേ, ഒരു അത്യാവശ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവനെ തൊടാം. അത്യാവശ്യക്കാരിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവൾക്ക് ബ്ലീഡിങ് ആയിരുന്നു. അവള് അങ്ങും ഇങ്ങും നോക്കാതെ അവൾ തൊട്ടു. അവൾ മാത്രം സൗഖ്യം പ്രാപിച്ചു. യാക്കോബ് ഒരു ദിവസം വിളിച്ചു പറഞ്ഞു, യഹോവ ഈ സ്ഥലത്തുണ്ട്, സത്യം. ഞാനത് അറിഞ്ഞില്ലായിരുന്നു. ഇന്നത്തെ സഭായോഗത്തിൽ വെച്ച് നമുക്ക് അവനെ ഒന്ന് തൊടാൻ കഴിഞ്ഞെങ്കിൽ, ഹല്ലേലൂയ. എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് ഇന്ന് രാവിലെ കർത്താവ് ഒന്ന് പറയുന്നത് കേട്ടിരുന്നെങ്കിൽ, ഇന്നിവിടെ വന്നവരുടെ ചിലരുടെ ശരീരത്തിൽ ഒരു സൗഖ്യം നടന്നിരുന്നെങ്കിൽ, എനിക്കൊരു സൗഖ്യം വേണം, എനിക്കവനെ ഒന്ന് തുടരണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്കത് വേണ്ടതുപോലെ കഴിയുന്നില്ല, എനിക്കൊരു സൗഖ്യം വേണം, എനിക്കൊരു സ്പർശനം വേണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നവര് ആ കൈയൊന്ന് ഉയർത്തിപ്പിടിച്ച്, ഒരു വാക്കുമതി, എനിക്കതു മതിയേ, ഒരു വാക്കുമതി, എനിക്കതു മതിയേ, എൻ്റെ പുരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണേ, എൻ്റെ കൂടൊന്നിരിപ്പാനും ഞാൻ പോരാത്തവനാണേ, ഒരു വാക്കുമതി, എനിക്കതു മതിയേ, ഒരു വാക്കുമതി, എനിക്കതു മതിയേ. കർത്താവേ, ഒരു വാക്കുമതി, ഒരു നോട്ടം മതി, ഒരു സ്പർശനം മതി. ഈ വചനം കേൾക്കുമ്പോൾ കൊതിയോടെ വന്നവർക്ക്, പ്രതീക്ഷയോടെ വന്നവർക്ക്, വിശ്വാസത്തോടെ വന്നവർക്ക് ആ സ്പർശനം ഇപ്പോൾ ലഭിക്കട്ടെ, ശരീരത്തിൽ അറിയട്ടെ. കരങ്ങൾ അടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. യേശു നമ്മുടെ നടുവിലുണ്ടെങ്കിൽ നിങ്ങൾ വല്ല തൈലമോ പെർഫ്യൂമോ വല്ല കണ്ണുനീരോ വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതവൻ്റെ കാലിൽ ഒഴിക്കാതെ പോകരുത്. ഹല്ലേലൂയ. ആ കണ്ണുനീരിനകത്ത് നന്ദിയുണ്ട്, ആ കണ്ണുനീരിനകത്ത് സ്നേഹമുണ്ട്, ആ കണ്ണുനീരിനകത്ത് സങ്കടങ്ങളുണ്ട്, അതിനകത്ത് ആരാധനയുണ്ട്. അവനിവിടെ ഉണ്ടെങ്കിൽ കൊണ്ടുവന്നത് അർപ്പിക്കാതെ പോകരുതേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ,
എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? അവന്റെ കാൽക്കൽ വയ്ക്കാൻ വിദ്വാൻമാർ ബഹുദൂരം സഞ്ചരിച്ച് പൊന്ന്, മൂര്, കുന്തിരുക്കം ആ കാൽക്കൽ വെച്ചു, വീണു, നമസ്കരിച്ചു. ഇന്ന് 2025 ജൂൺ 8 ഞായറാഴ്ച കർത്താവിന്റെ തിരുസന്നിധിയിൽ വന്നിട്ട് ഒന്നും അർപ്പിക്കാതെ പോകരുതേ. ശക്തിയോടെ കരങ്ങൾ ഉയർത്തി ആരാധന അർപ്പിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവൻ സ്തുതിക്ക് യോഗ്യനല്ലേ? അവൻ ആരാധനയ്ക്ക് യോഗ്യനല്ലേ? എങ്കിൽ അലസമായിരിക്കുന്നത് പാപമല്ലേ? സർവസ്തുതികൾക്കും സർവപുകഴ്ചയ്ക്കും ബഹുമാനത്തിനും യോഗ്യനേ. സർവസ്തുതികൾക്കും സർവപുകഴ്ചയ്ക്കും ബഹുമാനത്തിനും യോഗ്യനേ. സ്തുതി ആരാധന, സ്തുതി ആരാധന, സ്തുതി ആരാധന അങ്ങേക്ക്. ഒരു മിനിറ്റ് ഒന്ന് നിർത്തിക്കേ. രണ്ട് കൈകൾ ഉയർത്തിപ്പിടിച്ച് ഞാൻ നിങ്ങളെ ഉഴപ്പാൻ സമ്മതിക്കുകയില്ല. അരമണിക്കൂറേ ഉള്ളത്. രണ്ട് കൈകൾ ഉയർത്തിപ്പിടിച്ചേ. കർത്താവ് സ്തുതിക്ക് യോഗ്യനാണെങ്കിൽ ആമേൻ പറ. കർത്താവ് ബഹുമാനത്തിന് യോഗ്യനാണെങ്കിൽ ആമേൻ പറ. അങ്ങനെയാണെങ്കിൽ ചേർന്ന് പാടിക്കേ. സർവസ്തുതികൾക്കും സർവപുകഴ്ചയ്ക്കും ബഹുമാനത്തിനും യോഗ്യനേ. സർവസ്തുതികൾക്കും സർവപുകഴ്ചയ്ക്കും. ഇനി കരങ്ങൾ അടിക്കാം. ബഹുമാനത്തിനും യോഗ്യനേ. സ്തുതി ആരാധന, സ്തുതി ആരാധന, സ്തുതി ആരാധന അങ്ങേക്ക്. സ്തുതി ആരാധന, സ്തുതി ആരാധന, സ്തുതി ആരാധന അങ്ങേക്ക്. എന്തുകൊണ്ട് സ്തുതിക്കണം? പാപമറിയാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപമാകപ്പെട്ട നിമിഷം. പാപം അറിയാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപമാക്കപ്പെട്ട നിമിഷം. ഞാനോർക്കുന്നിപ്പോൾ നന്ദി നിറയുന്നപ്പ. സ്തുതി ആരാധന അങ്ങേക്ക്. ഞാനോർക്കുന്നിപ്പോൾ നന്ദി നിറയുന്നപ്പ. സ്തുതി ആരാധന അങ്ങേക്ക്. സർവസ്തുതികൾക്കും സർവപുകഴ്ചയ്ക്കും ബഹുമാനത്തിനും യോഗ്യനേ. സർവസ്തുതികൾക്കും സർവപുകഴ്ചയ്ക്കും സജീവമായിട്ട് ഉത്സാഹത്തോടെ സ്തുതി ആരാധന, സ്തുതി ആരാധന, സ്തുതി ആരാധന അങ്ങേക്ക്. ഒരു മിനിറ്റ്. എന്താണ് അവനെ സ്തുതിക്കാൻ അവൻ യോഗ്യത? പാപച്ചുമടെടുപ്പാൻ, കുരിശതിൽ മരിപ്പാൻ തിരുമനസാൽ വന്നവനേ. പാപച്ചുമടെടുപ്പാൻ, കുരിശതിൽ മരിപ്പാൻ
തിരുമനസ്സാൽ വന്നവനേ, മുഴുഹൃദയമോടെ പൂർണ്ണശക്തിയോടെ സ്തുതി ആരാധന അങ്ങേക്ക്. മുഴുഹൃദയമോടെ പൂർണ്ണശക്തിയോടെ സ്തുതി ആരാധന ആ ലൈൻ തന്നെ. അങ്ങേക്ക്. മുഴുഹൃദയമോടെ പൂർണ്ണശക്തിയോടെ സ്തുതി ഒരിക്കൽ കൂടെ. ആരാധന അങ്ങേക്ക്. മുഴുഹൃദയമോടെ പൂർണ്ണശക്തിയോടെ സ്തുതി ആരാധന അങ്ങേക്ക്. മുഴുഹൃദയമോടെ പൂർണ്ണശക്തിയോടെ സ്തുതി. ആരാധന അങ്ങേക്ക്. നിങ്ങളിൽ ആരെങ്കിലും സഭായോഗത്തിന് വരാതിരുന്ന ദിവസങ്ങളുണ്ടോ? പക്ഷെ യേശു അന്നും ഇവിടെ ഉണ്ടായിരുന്നു. അത്രയും ഗൗരവം ആ വിഷയത്തിൽ കൊടുക്കാത്ത മനുഷ്യരുണ്ട്. അത്രയും സീരിയസ്നെസ് അതിന് കൊടുക്കാത്ത ആളുണ്ട്. യേശു ഇതിലെല്ലാം നടന്ന് നോക്കി. ആരകുന്നത്തെ റീനെ കണ്ടില്ല. ഇന്നല്ല പണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ നക്ഷത്രം കൈ പിടിച്ചിരിക്കുന്നതിനാണെന്നറിയോ? ഞങ്ങൾ കണക്ക് പറയണോ? നോക്കടാ, അവളില്ലല്ലോ, അവനില്ലല്ലോ. ശിശുവിടെ തന്നെ കൈ പിടിച്ചോണ്ടാ നടക്കുന്നത്. കർത്താവെ നടുവെട്ടി കിടക്കുക. എന്നാ കുഴപ്പമില്ല. ഉഴപ്പിയതാണെങ്കിൽ എനിക്കും പണി കിട്ടും, നിങ്ങൾക്കും പണി കിട്ടും. പ്രൈസ് ദി ലോർഡ്. റീന സൗരി പേടിക്കണ്ട കേട്ടോ. പിണങ്ങാത്തവരുടെ പേര് ആദ്യം അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. മറ്റുള്ളവരോട് പറഞ്ഞാൽ ഇനി എന്നെ കുറ്റം പറഞ്ഞെന്ന് പറയല്ലേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങൾ വരാത്ത ഞായറാഴ്ചയും അവൻ ഇവിടെ വന്നിരുന്നു. ഭംഗി കാണാനൊന്നുമല്ല, അവൻ വില കൊടുത്തതായതുകൊണ്ട്. നന്നായിട്ട് കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സഭയുടെ നടുവിൽ നടക്കുന്നവൻ. സഭയിൽ കൂടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. സഭയുമായിട്ടാണ് കമ്മ്യൂണിക്കേഷൻ. അമേരിക്കയ്ക്ക് ഇവിടെ ഒരു കൗൺസിലേറ്റ് ഉണ്ട്. അതുവഴി അല്ലാതെ നിങ്ങൾക്ക് അമേരിക്കയായിട്ട് ബന്ധപ്പെടാൻ കഴിയില്ല. അല്ല, ഞാൻ വേറെ വഴി നോക്കിക്കോളാം, നടക്കില്ല. സാക്ഷാൽ നരേന്ദ്രമോദിജി നോക്കിയിട്ട് നടന്നില്ല, പണ്ട് നടന്നില്ല. അമേരിക്കൻ കൗൺസിലേറ്റ് അനുവദിക്കാതെ ഇവിടുത്തെ ഒരു വ്യക്തിക്കും അപ്പുറത്തേക്ക് പോകാൻ പറ്റിയല്ല. സഭ വഴിയല്ലാതെ യാതൊരു ബ്ലെസ്സിങ്ങുമില്ല. സഭ വഴിയല്ലാതെ യാതൊരു നന്മയുമില്ല. സഭയുടെ പ്രാർത്ഥന, സഭയുടെ സാക്ഷ്യം, സഭയിലെ സന്ദേശം, ശുശ്രൂഷകന്മാരുടെ ഉത്തരവാദിത്വം എല്ലാം വളരെ വലുതാണ്. ഓ അവൻ സഭയുടെ നടുവിൽ നടക്കുന്നു. യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. അവൻ സഭയുടെ നടുവിൽ നടക്കുന്നു. നമ്പർ 2, 8-ാം വാക്യത്തിൽ വീണ്ടും കാണാം യേശുവിനെ. സ്മുർന്നയിലെ സഭയുടെ ദൂതന് എഴുതുക. വായിച്ചോ. സ്മുർന്നയിലെ സഭയുടെ ദൂതൻ എഴുതുക. മരിച്ചവനായിരുന്നു വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്ത്യനുമായവൻ അരുളി ചെയ്യുന്നത്. ആമേൻ. ഇവിടെ കാണുന്നത് മരിച്ച യേശുവിനെ, ഉയർത്ത യേശുവിനെ.
ആദ്യനായവനെ, അന്ത്യനായവനെ. എന്താ അങ്ങനെ വന്നേ? അവിടെ യൂണിഫോം മാറി. 7 നക്ഷത്രം നിലവിളക്കൊക്കെ താഴെ വെച്ചില്ല, വേറൊരു ഫോമില ഇവിടെ വെളിപ്പെടുന്നേ. അനേകർ മരിച്ചുകൊണ്ടിരിക്കുക ആ സഭയിൽ. രക്തസാക്ഷികളുടെ ചർച്ചയാണത്. സുവിശേഷ നിമിത്തം പീഡനം അനുഭവിച്ച് കഠിനമായ മരണത്തിന് വിധേയപ്പെട്ട ഒത്തിരി വിശ്വാസികൾ ആ സഭയിൽ ഉണ്ടായിരുന്നു. അവിടേക്ക് വരുമ്പോൾ അവർക്ക് മനസ്സിലാകുന്ന ഒരു വെളിപ്പാട് കൊടുക്കുകയാണ്. ഞാൻ മരിച്ചവനായിരുന്നു, പേടിക്കണ്ട, ഞാൻ ഇതിലൂടെ പോയതാ, എന്നിട്ട് ഞാൻ തിരിച്ചു വന്നു, നിങ്ങൾ തിരിച്ചു വരും, ഉറപ്പാണ്. ചേർന്ന് കർത്താവിനെ നന്ദിയോടെ സ്തുതിച്ചാട്ടെ, വിശ്വാസത്തോടെ പറഞ്ഞാട്ടെ, യേശു മരിച്ചെങ്കിലും അവൻ ഉയർത്തു. അതിൻ്റെ അർത്ഥം നിങ്ങൾക്കും ഒരു ഉയർപ്പുണ്ട്. പ്രയാസങ്ങൾ, രോഗങ്ങൾ, പീഡനങ്ങൾ, അപമാനങ്ങൾ, പരിഹാസങ്ങളൊക്കെ സഹിക്കുന്നവരോട് കർത്താവ് പറയുകയാണ്, ഇതെല്ലാം ഞാൻ സഹിച്ചിട്ടുണ്ട്. ഞാൻ മരിച്ചവനായിരുന്നു, അതിനെല്ലാം ജീവിച്ചു. ഇനി ഒരിക്കലും മരിക്കത്തില്ല. ഇനി അവനെ തുപ്പാൻ കഴിയില്ല, ഇനി അവനെ അടിക്കാൻ കഴിയില്ല, ഇനി അവനെ കുന്തം കൊണ്ട് കുത്താൻ കഴിയില്ല, ഇനി അവനെ തലയിൽ മുൾക്കിരീടം വെക്കാൻ പറ്റില്ല. അതൊക്കെ 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. മാറത്ത് പൊൻകച്ച കെട്ടിയവനായി വെള്ളോടിന് സദൃശമായ കാലുള്ളവനാണവൻ. നമുക്കൊരു തേജസ്സിന്റെ ശരീരം ലഭിക്കാൻ പോകുന്നു. ഈ അവസ്ഥയ്ക്കെല്ലാം മാറ്റം വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കഷ്ടതകൾ മാറും, ഈ വേദനകൾ മാറും, ഈ അപമാനങ്ങൾ മാറും, ഈ നിന്ദകൾ മാറും. ഞാൻ തേജസ്സേറിയ ശരീരം പ്രാപിക്കും. എന്നെങ്കിലും ഒരു ദിവസം കർത്താവ് വരാൻ വൈകിയാൽ മരണമൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ ഞാൻ ഉയർക്കും. കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്ത കണ്ണാൽ തൻ്റെ മുഖം കണ്ടിടും. കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല തൻ്റെ മുഖം കണ്ടിടും. യേശുവേ മണാളനെ, പ്രത്യാശയിൽ പ്രദീപമേ, യേശുവേ മണാളനെ, പ്രത്യാശയിൽ പ്രദീപമേ. ഹല്ലേലൂയ. ഉയരത്തിലേക്ക് നോക്കിക്കൊണ്ട് എന്നോട്ടവും അധ്വാനവും ഞാൻ കാത്തതാം വിശ്വാസവും, എന്നോട്ടവും അധ്വാനവും ഞാൻ കാത്തതാം വിശ്വാസവും, വ്യർത്ഥമല്ല അതു നിശ്ചയം, വേഗം കാണുമെൻ മണാളനെ. വ്യർത്ഥമല്ല അതു നിശ്ചയം, വേഗം കാണുമെൻ മണാളനെ. കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്ത കണ്ണാൽ തൻ്റെ മുഖം കണ്ടിടും. കണ്ടിടും കണ്ടിടും എൻ പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്ത കണ്ണാൽ തൻ്റെ മുഖം കണ്ടിടും. യേശുവേ മണാളനെ, പ്രത്യാശയിൽ പ്രദീപമേ. വാക്യത്തിലേക്ക് നോക്കൂ. വചനമാണേ. കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. കർത്താവ് നമ്മോട് സംസാരിക്കുകയാണ്. 2:9 നോക്കിയേ. ഞാൻ നിന്റെ കഷ്ടത അറിയുന്നു, ഞാൻ നിന്റെ ദാരിദ്ര്യം അറിയുന്നു. ബ്രാക്കറ്റിൽ
നീ ധനവാനാണ് താനും. മനസ്സിലായോ? മനസ്സിലായോ? ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നീ ആരാണ്? ധനവാനാ. നമ്മുടെ ദൃഷ്ടിയിലും മറ്റുള്ളവരുടെ ദൃഷ്ടിയിലും നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരും ദാരിദ്ര്യം അനുഭവിക്കുന്നവരുമാണ്. കർത്താവ് പറയുക, നീ റിച്ചാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കും പറയാൻ വേലേ ഞാൻ റിച്ചാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഗുജറാത്തിലെ ഒരു വലിയ ബിസിനസ് കുടുംബത്തിലെ മകനെ അവരുടെ ഒരു രീതി അനുസരിച്ച് ഗ്രാജുവേഷൻ കഴിയുമ്പോൾ ഏതെങ്കിലും സ്വന്തമായി പോയി ഒരു തൊഴിൽ ചെയ്യണം, അതിലവൻ വിജയിക്കണം. അങ്ങനെ കേരളത്തിൽ വന്നൊരു ബേക്കറി ജോലി ചെയ്തു. ഒരു പണി തരാമോ എന്ന് ചോദിച്ച് ആദ്യം അവർ തരികയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ നീ എനിക്ക് എന്തറിയാം, ഞാൻ എന്ത് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടുത്തെ തറ തുടച്ച് ബാത്റൂം കഴുകി സകല പണിയും ചെയ്തു. ലാസ്റ്റ് ഇവന് ഇവിടുന്ന് പാസ്സാകണം. ഇയാൾ ഇവന് ഏറ്റവും നല്ല സർട്ടിഫിക്കറ്റ് കൊടുത്ത് വിടുന്ന അന്ന് കോടീശ്വരനായ അവൻ്റെ അപ്പൻ അവനെ കൊണ്ടുപോകാൻ വന്നപ്പോഴാണ് ഈ കടക്കാരൻ ഞെട്ടുന്നത്. ദൈവം നിനക്ക് തന്നിരിക്കുന്ന ഈ ട്രെയിനിങ് പീരീഡ് ഉണ്ടല്ലോ, നിന്നെ ആക്കിയിരിക്കുന്ന ആ വീടുണ്ടല്ലോ, അത് നിന്നെ ആക്കിയതാ, നിന്നെ അവിടെ ആക്കിയതാ, നിന്നെ അവിടെ ആക്കിയതാ. നിന്നെ ഇപ്പോൾ ആക്കിയിരിക്കുന്ന വീടുണ്ടല്ലോ, അവിടെ നിന്നെ ആക്കിയതാ. അവിടെ നീ ഒരു പരിശീലനം കഴിയണം. അപ്പോൾ യഥാർത്ഥത്തിൽ നിന്റെ അപ്പൻ വരും നിന്നെ സ്വീകരിപ്പാൻ. ഹല്ലേലൂയ. ഈ ചെറുക്കൻ ആ കടക്കാരനെ കൊണ്ട് നല്ലൊരു സർട്ടിഫിക്കറ്റ് വാങ്ങാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടെന്നറിയോ? എന്നാലേ ഈ ബിസിനസ് അവനെ ഏൽപ്പിക്കത്തുള്ളൂ. നിന്നെ ആക്കിയ വീട്ടിൽ നീ വിശ്വസ്തയാകണം. ഞാൻ ഇവിടെ ഒന്നും വരണ്ടോളല്ല, പിന്നെ എവിടെ വരേണ്ടതാ? ബക്കിംഗ്ഹാം പാലസിൽ പോകേണ്ടതാണോ? പ്രൈസ് ദി ലോർഡ്. നീ വരേണ്ടടത്ത് തന്നെയാണ് നിന്നെ ആക്കിയിരിക്കുന്നത്. സംശയമുള്ളവരൊക്കെ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നീ വരേണ്ടടത്ത് തന്നെയാണ് നിന്നെ ആക്കിയിരിക്കുന്നത്. സംശയം ഇല്ലാത്തവരൊക്കെ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. എന്നിട്ടും പേടിച്ചു പോയി, തെറ്റിച്ചാണോ പറയുന്നത്? ഞാൻ എത്തേണ്ടടത്ത് തന്നെയാണ് ദൈവം എന്നെ ആക്കിയിരിക്കുന്നതെന്ന് വിശ്വസിച്ചുകൊണ്ട് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇവിടെ നീ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് നൽകാനിരിക്കുന്ന കിരീടം പ്രാപിക്കും. കരങ്ങൾ അടിച്ച് ശക്തിയോടെ ആത്മാവിൽ അന്യഭാഷയിൽ സ്തോത്രത്തോടെ സ്തുതിയോടെ വചനം സ്വീകരിച്ച് യേശു നമ്മുടെ നടുവിൽ, യേശു നമ്മുടെ നടുവിൽ. ശ്രദ്ധിച്ചു നോക്ക. തേജസ്സിലേശുവിൻ്റെ പൊന്മുഖം ഞാൻ കാണും, കാലമേറ്റം അസന്നമേ. തേജസ്സിലേശുവിൻ്റെ പൊന്മുഖം ഞാൻ കാണും, കാലമേറ്റം അസന്നമേ. അതന്നാശയേ, അതന്നാനന്ദമേ, അതൻ പ്രത്യാശയിൻ പ്രഭാതമേ. അതന്നാശയേ, അതന്നാനന്ദമേ, അതൻ പ്രത്യാശയിൻ പ്രഭാതമേ. ഈ മണ്ണിൽ എൻ്റെ ക്ലേശം അല്പകാലം മാത്രം, മാഞ്ഞു പോമതു കിനാവുമോ. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ബാക്കി കർത്താവ് അവസരം തരുമ്പം പറയാം. യേശുവിനെ ശ്രദ്ധിച്ചു നോക്കാം.